2026 ലോകകപ്പിനായുള്ള ഒരുക്കത്തിലാണ് കായിക ലോകം. 48 രാജ്യങ്ങൾ ആ സ്വർണ്ണ കിരീടത്തിന് വേണ്ടി പോരാടുന്ന ആ നിർണായക നിമിഷത്തിനുള്ള ദൂരം മാസങ്ങളുടെ ദൈർഘ്യം മാത്രമാണുള്ളത്. 2026 പലർക്കും മറുപടി നൽകാൻ കുറച്ചു വർഷങ്ങളായി തങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന മുറിവുകളെ എന്നേക്കുമായി വകഞ്ഞു മാറ്റാൻ കാൽപന്ത് ലോകത്തെ രാജാക്കന്മാർ എന്നറിയപ്പെടുന്ന ബ്രസീലിയൻ നാഷണൽ ടീം വരുമ്പോൾ അവർക്ക് പലതും വെട്ടി തെളിയിക്കാനുണ്ട്. 2002 ജർമ്മനിയെ പരാജയപ്പെടുത്തിയ റൊണാൾഡോ നസാരിയോയുടെ മികവിൽ ബ്രസീൽ നേടിയ 5ാമത്തെ ലോകകപ്പാണ് അവർക്ക് അവസാനമായി പറയാനുള്ളത്. അതിനുശേഷം ഒരു പതിറ്റാണ്ടു കഴിഞ്ഞു ലോകകപ്പ് എന്ന വിശ്വകിരീടം ബ്രസീലിലെത്തിയിട്ട്. 2014 സ്വന്തം നാട്ടിൽ നടന്ന ലോകകപ്പിൽ എന്തുകൊണ്ടും ബ്രസീൽ ഫേവറേറ്റുകളായിരുന്നു. കാരണം ആ ടീമിനെ ഒറ്റയ്ക്ക് തോളിലേറ്റാൻ കഴിവുള്ള ഒരത്ഭുത പ്രതിഭ തന്നെ ആ ടീമിലുണ്ടായിരുന്നു. അതെ, കാനറിപ്പടയുടെ സ്വന്തം സുൽത്താൻ നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ. ബ്രസീലിയൻ നാഷണൽ ടീമിനെ ആ 22കാരൻ തോളിലേറ്റി മുന്നേറുന്നത് കണ്ട് ആരാധകർ അത്ഭുതത്തോടെയായിരുന്നു നോക്കിയിരുന്നത്. സ്കിൽ സെറ്റ് കൊണ്ടും ഇമ്പാക്റ്റ് കൊണ്ടും ബ്രസീലിയൻ വേദിയിൽ ആ ചെമ്പിച്ച മുടിക്കാരൻ നിറഞ്ഞാടി. എന്നാൽ ആ തേരോട്ടത്തിന് ക്വാർട്ടർ ഫൈനൽ വരെ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. 2014 ക്വാർട്ടർ ഫൈനലിൽ ബ്രസീൽ കൊളംബിയയെ ഏറ്റുമുട്ടുകയാണ്. മത്സരം പതിവ് പോലെ തന്നെ ബ്രസീൽ നിറഞ്ഞാടി കളിക്കുന്നുണ്ട്. എന്നാൽ അതിനിടയിലാണ് ഇന്ന് ബ്രസീൽ ആരാധകർ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ആ ഇൻസിഡന്റ് സംഭവിക്കുന്നത്. പന്തുമായി മുന്നേറുന്ന നെയ്മറിന് നേരെ കൊളംബിയൻ താരം സുനിക അതിക്രൂരമായ ഒരു ഫൗൾ നടത്തുന്നുണ്ട്. ആ വേദനയിൽ ഗ്രൗണ്ടിൽ പിടയുന്ന ബ്രസീലിന്റെ കപ്പിത്താന്റെ അവസ്ഥ വേദനയോടെ മാത്രമായിരുന്നു കായിക ലോകത്തിന് കാണാൻ കഴിഞ്ഞത്. പരിക്കുപറ്റി നെയ്മറെ സ്ട്രെച്ചറിൽ ഗ്രൗണ്ടിന്റെ വെളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിരാശനായി മടങ്ങുന്ന നെയ്മർ ഈ ലോകകപ്പിൽ തന്റെ ടീമിന്റെ രക്ഷകനാകാൻ ബ്രസീൽ ജനതയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അയാൾക്ക് ഭാഗ്യമില്ല എന്ന് അയാളുടെ മനസ്സിൽ തന്നെ മന്ത്രിച്ചു കാണും. എന്നാൽ നെയ്മറിന്റെ അപ്രതീക്ഷിതമായ പരിക്ക് ബ്രസീലിന്റെ സ്ക്വാഡിനെ തന്നെ ബാധിക്കുകയായിരുന്നു. സെമി ഫൈനൽ വേദിയിൽ ബ്രസീലിനെ കാത്തിരുന്നത് യൂറോപ്യൻ ശക്തികളായ ജോക്കിം ലോയുടെ ജർമ്മനിയായിരുന്നു. ടോണി ക്രൂസും മുള്ളറും ഓസിലും ന്യൂയറും എല്ലാം അടങ്ങിയ ആ ബ്രഹ്മാണ്ഡ സ്ക്വാഡ്. ബ്രസീൽ ജർമ്മനിയുമായി ചെറുത്തുനിൽക്കുമെന്ന് കരുതിയ മത്സരത്തിൽ യാതൊരു ദയവും കൂടാതെ 7 ഗോളിന്റെ ബലത്തിലാണ് ജർമ്മൻ പട ബ്രസീലിനെ തകർത്തുവിട്ടത്. മത്സരശേഷം ക്യാപ്റ്റൻ ഡേവിഡ് ലൂയിസ് കണ്ണീരണിഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്: പന്ത് കിട്ടുമ്പോഴെല്ലാം ഞങ്ങൾ നെയ്മറെയായിരുന്നു നോക്കിയിരുന്നത്. പെട്ടെന്ന് നെയ്മറില്ല എന്ന യാഥാർത്ഥ്യം ഞങ്ങളെ പൂർണ്ണമായും വേട്ടയാടി. 14 കഴിഞ്ഞ് 2018 റഷ്യൻ വേൾഡ് കപ്പിലെത്തുമ്പോൾ ബ്രസീൽ ടീം അണിഞ്ഞിരുന്നത് ടിറ്റെ എന്ന പുതിയ പരിശീലക വേഷത്തിന് കീഴിലായിരുന്നു. നെയ്മറും കുട്ടീഞ്ഞോയും വില്യംസും അടങ്ങിയ താരങ്ങൾ അന്ന് ടിറ്റയുടെ പ്രധാന തുറുപ്പ് ഷീട്ടുകളായിരുന്നു. മൈതാനത്തെ പുളകം കൊള്ളിച്ച് ജോഗോ ബോണിറ്റിയുടെ പിന്മുറക്കാരൻ റഷ്യയിൽ തകർന്നടിയുന്നുണ്ട്. ആ ലോകകപ്പിൽ കുട്ടീഞ്ഞോ ബ്രസീലിന് വേണ്ടി നേടിയ ആ ലോങ് റേഞ്ച് ഷോട്ടുകൾ ഇപ്പോഴും ഓർമ്മയിലുണ്ട്. എന്നാൽ ആ ലോകകപ്പിലും ബ്രസീലിനെ വിധി വേട്ടയാടി. ബ്രസീലിയൻ ടീം ആക്രമണ ശക്തരായി നിറഞ്ഞാടിയെങ്കിലും ഡിബ്രൂയിനും ലുക്കാക്കുവും അസാഡും കൊർട്ടോയ്സും അടങ്ങിയ ബെൽജിയം ടീമിന് മുമ്പിൽ തോൽവി ഏറ്റുവാങ്ങി റഷ്യൻ വേൾഡ് കപ്പും ബ്രസീൽ ആരാധകർക്ക് നിരാശ സമ്മാനിച്ചു. എന്നാൽ തൊട്ടടുത്ത വർഷം കോപ്പയിൽ വിജയിച്ചുകൊണ്ട് സെമി ഫൈനൽ വേദിയിൽ ബദ്ധവൈരികളായ അർജന്റീനയെ പരാജയപ്പെടുത്തി ആ വർഷത്തെ കോപ്പ നേടിയാണ് ടിറ്റയും സംഘവും അവരുടെ തിരിച്ചുവരവ് അറിയിച്ചത്. എന്നാൽ കാലം അടുക്കുംതോറും ബ്രസീലിന്റെ പേരും പ്രശസ്തിയും കുത്തനെ ഇടിയുമെന്നത് ബ്രസീലിന്റെ ആരാധകർ ഒരിക്കലും വിചാരിച്ചു കാണില്ല. 28 വർഷത്തിന് ശേഷം അർജന്റീന അവരുടെ പുതിയ ചരിത്രം തുടങ്ങിയത് മുതൽ ബ്രസീൽ ജനത മഹാമേരിക്ക് അടിമപ്പെടുന്നുണ്ടായിരുന്നു. കോപ്പയിലെ പരാജയം മൂലം ടിറ്റ പരിശീലക സ്ഥാനമൊഴിഞ്ഞത് കൊണ്ട് തന്നെ ബ്രസീൽ നാഥനില്ലാത്ത കളരി പോലെയായി. ചെറിയ ടീമുകൾ വരെ ബ്രസീലിനെ കൊട്ടിയാഘോഷിച്ചുകൊണ്ടേയിരുന്നു. ബ്രസീലിന് എവിടെയോ അവരുടെ ലക്ഷ്യസ്ഥാനം നഷ്ടമായിരിക്കുന്നു. കളി മൈതാനിയിൽ കവിത രചിച്ചവർക്ക് മൈതാനത്തൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ബ്രസീലിന്റെ കളി കാണുന്നത് തന്നെ ആരാധകർക്ക് ഒരുതരം അലോസരമായി അനുഭവപ്പെട്ടു. ബ്രസീൽ ടീം സെലക്ഷൻ ലക്ഷ്യബോധമില്ലാതലയുമ്പോൾ പരിശീലകന്മാർ മാറി മാറി വന്ന് ആ ടീമിന്റെ രക്ഷകരായി അവതരിച്ചെങ്കിലും അവർക്കൊന്നും ആ പഴയ ബ്രസീലിനെ മൈതാനത്ത് പന്തുകൊണ്ട് അത്ഭുതം കാണിക്കുന്നവരുടെ ബ്രസീലിനെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ബ്രസീൽ ടീം അന്ധകാരത്തിലേക്ക് കുപ്പുകുത്തുമ്പോഴാണ് CBF അവരുടെ ചരിത്രത്തിൽ ആദ്യമായി ബ്രസീൽ ടീമിനെ കൈപ്പിടിച്ചുയർത്താൻ വിദേശ പരിശീലകനായി കാർലോ അഞ്ചലോട്ടിയെ പരിശീലകനായി കൊണ്ടുവരുന്നത്. ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ പ്രഖ്യാപിച്ചതിനനുസരിച്ച്
റയൽ മാഡ്രിഡിൽ നിന്നുള്ള കരാർ അവസാനിപ്പിച്ച ശേഷം 2025 മെയ് മാസത്തിലാണ് കാർലോ അഞ്ചലോട്ടി ബ്രസീലിന്റെ പരിശീലകനായി ഒഫീഷ്യലായി ചുമതലയേറ്റത്. ബ്രസീലിയൻ ഫുട്ബോൾ ചരിത്രത്തിൽ ഒരേയൊരു വിദേശ പരിശീലകൻ. നിലവിൽ ആഞ്ചലോട്ടിയുടെ കീഴിൽ 7 മത്സരങ്ങൾ പിന്നിട്ട ബ്രസീൽ 4 വിജയവും 1 സമനിലയും 2 തോൽവി എന്ന രീതിയിലാണ് മുന്നോട്ടു പോകുന്നത്. ഒരിക്കലും പഴയ ബ്രസീൽ തിരിച്ചു വന്നു എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ആഞ്ചലോട്ടി പല താരങ്ങളെയും പല രീതിയിലും പരീക്ഷിച്ചു നോക്കുന്നുണ്ട്. എങ്കിലും ഓരോ മത്സരങ്ങൾ പിന്നിടുമ്പോഴും ബ്രസീലിയൻ ടീം ശക്തമായി തന്നെ തിരിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് കഴിഞ്ഞ ദിവസത്തെ ബ്രസീൽ വേഴ്സസ് സെനഗൽ പോരാട്ടം. സന്തുലിതാവസ്ഥയിൽ പോകുന്ന ബ്രസീലിയൻ ടീമിന് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. പല അടവുകളും പയറ്റി തെളിയിച്ച കാർലോ അഞ്ചലോട്ടിക്ക് അതിന് കഴിയുമെന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത്. കൂടെ നെയ്മറിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് പ്രസ് കോൺഫറൻസുകളിൽ കാർലോ ഇങ്ങനെ പറഞ്ഞു: നെയ്മറെ പുതിയ റോളിൽ ഫാൾസ് നയനായി കളിപ്പിച്ചുള്ള ഒരു പുതിയ സിസ്റ്റമാണ് കാർലോ പ്ലാൻ ചെയ്യുന്നത്. നഷ്ടപ്പെട്ട പ്രതാപത്തെ തിരിച്ചുപിടിക്കാൻ ഈ ലോകോത്തര താരങ്ങളുടെ കൂട്ടത്തിൽ ജോഗോ ബോണിറ്റിയുടെ മാന്ത്രിക സ്പർശം വീണ്ടും നിറക്കാൻ ഫുട്ബോൾ ലോകത്തെ ഈ മാസ്റ്റർ ആർക്കിടെക്റ്റിന് സാധിക്കുമോ? ഈ ചോദ്യമാണ് അടുത്ത ലോകകപ്പ് വരെ കാനറിപ്പടയുടെ ഓരോ ആരാധകന്റെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുക. കാത്തിരിക്കാം ബ്രസീലിന്റെ ആ നല്ല നാളേക്കായി.